എല്ലാ വിദ്യാർത്ഥികൾക്കും ബേസിക് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മറ്റൊരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ ക്ലാസ് കേട്ടോ. 10ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത പിള്ളേരൊക്കെ എന്ത് ചെയ്യുക, ഈ 9 ക്ലാസ് ഇതുവരെയുള്ള 9 ക്ലാസ്സുകളും കേട്ടതിന് ശേഷം 10ാമത്തെ ക്ലാസ് കാണുക കേട്ടോ. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ബേസിക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുടർന്ന് അങ്ങോട്ട് 10ാം ക്ലാസ്സിൻ്റെ മാത്സിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ത്രൂ ഔട്ട് ഏത് സമയത്തും ഞങ്ങളുണ്ടാവും, അവൈലബിൾ ആയിരിക്കും. ഞാനല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും സാറുമാരായിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്തിനെ കുറിച്ചായിരുന്നു? ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യനെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മൾ ആ ഫ്രാക്ഷൻ എന്ന് പറയുന്ന പോർഷൻ ഇതുവരെ തീർന്നിട്ടില്ല. അതിലെന്തായിരുന്നു, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ലഘൂകരിക്കുക അല്ലേ, വെട്ടിച്ചെറുതാക്കുന്നൊരു പരിപാടി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഭിന്നസംഖ്യകളുടെ ഹരണം, ഗുണനം, കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ അല്ലെങ്കിൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന 4 ഓപ്പറേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞാൻ എക്സാമിന് റെഗുലറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പ്ലസും മൈനസും ഒക്കെ വരുന്നത് മിക്സഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും കുറേ പേരൊന്നും പലതും എന്താ പറയുക, കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എക്സാമിന് ഇട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അത് തെറ്റിക്കുന്നവരുണ്ട്. എന്താണ് ഏതാണെന്നുള്ളതൊന്നും അറിയില്ല. വീടുകളിൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു തരാം, അത് ക്ലിയർ ചെയ്ത് തരാം. ആ സമയം വരെ എന്ത് ചെയ്യുക, ഈ പറയപ്പെടുന്ന ഡെയിലി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഈ പറയപ്പെടുന്ന അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, വാട്സപ്പ് വഴി എന്ത് ചെയ്യുക, കോണ്ടാക്റ്റ് ചെയ്യുക, ചോദിക്കുക. ഓരോന്നും അപ്പം തീർത്ത് മുന്നോട്ട് പോവുക. സാറുമാർ നാളെ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നിരുന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യില്ലേ, എഴുതി തീർത്തിട്ട് യാതൊരു കാര്യമില്ല. ആ സമയം വേസ്റ്റായി പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതിൽ ഒരു ലാസ്റ്റ് ഒരു പോർഷനും കൂടി ഉണ്ട്. എന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടി ഉണ്ട്. ആ പോർഷനും കൂടി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുത്തതിന് ശേഷം ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന പോർഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആരും ഈ ഒരു ബേസിക് മാത്സ് മാത്രമേ എടുക്കുന്നു എന്നുള്ളൊരു പരാതി വേണ്ട, അല്ലെങ്കിൽ ഒരു ടെൻഷൻ വേണ്ട ആർക്കും. കാരണം ഇത് നമ്മൾ വിത്തിൻ 10 days അല്ലെങ്കിൽ വിത്തിൻ 1 week ഞങ്ങൾ എന്ത് ചെയ്യും, തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 10ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററായി നമ്മൾ ബേസിക് മാത്സ് പഠിച്ച് കറക്റ്റ് ഡയറക്റ്റായിട്ട് അങ്ങോട്ടാണ് കയറുന്നത്. 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ സാറ് 4ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ള 1ാമത്തെ ചാപ്റ്റർ ഒന്നും എടുക്കുന്നില്ലേ എന്നുള്ളൊരിത് വരുമ്പോൾ 4ാമത്തെ ചാപ്റ്റർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്ററിന് മാർക്ക് SSLC ബേസ് ചെയ്തിട്ട് എക്സാമിൻ്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ആകെ 4 മാർക്കിനെ ചോദിക്കുകയുള്ളൂ. പക്ഷേ അത് എന്ത് ചെയ്യാം, പല ചാപ്റ്ററുകളിലൂടെയും കയറി ചോദിക്കാം. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാം, 2ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട്. അതായത് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യത്തിന് ബേസ് ചെയ്തിട്ട്. അതാണ് 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് കേട്ടോ. അത് എന്താണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് 1ാമത്തെ ചാപ്റ്ററിലും ചോദിക്കാം, 2ാമത്തെ ചാപ്റ്ററിലും ചോദിക്കാം. 3 പൊതുവേ ചോദിച്ച് കാണാറില്ല, 4, 5, 6, 7, 8 ഒക്കെ ചോദിക്കും. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരാൾ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആ ചാപ്റ്റർ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി മാത്സ് എന്ന് പറയുന്നത് എന്താണ്, സോൾവിങ് ആണ് കാര്യങ്ങൾ ഓരോന്നില്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇക്വേഷൻസ് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ്. അൺനോൺ ആയിട്ടുള്ളൊരു നമ്പറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ്. സോ അതെല്ലാ ചാപ്റ്ററിലും എന്ത് ചെയ്യും, ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത് ആ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററിലൊക്കെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവുള്ളൂ. സോ ബേസിക് മാത്സ് മാത്രമല്ല, ടെൻഷൻ അടിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങൾ തീർക്കും. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കൂടെ പഠിക്കുക. അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അത് ഉറപ്പാണ്, ഗ്യാരണ്ടി തരാണ് കേട്ടോ. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇന്നത്തെ പോർഷനിലേക്ക് പോവാണ്, കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഓക്കെ, ഇന്നത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിനെ കുറിച്ചാണ്. എന്താ മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ,
ഞാൻ ആ മെറ്റീരിയൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു വോൾ നമ്പർ പാർട്ടും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടി ചേർന്ന് കഴിഞ്ഞതാണ് എന്തെന്ന് പറയുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നം എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യയും പിന്നെന്താ ഒരു സാധാരണ ഭിന്നവും കൂടി ചേർന്നതാണ്. അപ്പോൾ എന്താ ഈ സാധാരണ ഭിന്നം? ഓർമ്മയുണ്ടാ? പഠിച്ചിട്ടുണ്ടാവില്ലേ? എന്താണ്? ചെറിയ ഛേദവും വലിയ അംശവും ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് സാധാരണ ഭിന്നം അല്ലേ? ആണോ? അല്ല. എന്നാൽ ചെറിയ ഛേദവും വലിയ അംശവും അല്ല. അല്ല, വലിയ ഛേദവും ചെറിയ അംശവും അല്ല. ഓ സോറി, എല്ലാം മാറിപ്പോയി, എനിക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോൾ. എന്താണ് സാധാരണ ഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ചെറിയ ഛേദവും വലിയ അംശവും, അതാണ് എന്തെന്ന് പറയുന്നത് സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ എന്തായിരിക്കും വലുതുമായിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനിലും ഈ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് എന്താ, ഒരു വോൾ നമ്പർ പാർട്ടും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടി ചേർത്ത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ, ഒരു സംഖ്യയും സാധാരണ ഭിന്നസംഖ്യയും കൂടി കൂട്ടിച്ചേർത്ത് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മിശ്രഭിന്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്ക്. നിങ്ങളില്ലേ 1.5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ 1.5 എന്ന് പറയും. മാത്തമാറ്റിക്കലി നമ്മൾ അതെങ്ങനെ എഴുതുക? 1.5 എന്നുള്ളത് 1 എഴുതി 1ൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് അര എഴുതി അല്ലേ? സാധാരണ അങ്ങനെ തന്നെയല്ലേ എഴുതുക 1.5 എന്ന് പറയുന്നത് അല്ലേ? 1.5 എന്ന് പറയുന്നത് ഇത് ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സാധനത്തിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ. ഇവിടെ നോക്കിയേ, 1 എന്ന് പറയുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ വോൾ നമ്പർ ആണ്. വോൾ നമ്പർ എന്ന് പറയുമ്പോൾ 0, 1, 2, 3 എല്ലാം വരുന്നതല്ലേ? അല്ലേ? പഠിച്ചിട്ടുണ്ട്. വോൾ നമ്പർ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യ. 1 എന്ന് പറയുന്ന ഒരു സംഖ്യയും 1/2 എന്ന് പറയുന്നത് ഒരു സാധാരണ ഭിന്നസംഖ്യയും അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷന്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് എന്താ മിശ്രഭിന്നം എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കും ഇതെന്തുകൊണ്ടാണ് ഇവിടെ സാധാരണ ഭിന്നം മാത്രം വരുന്നത്, വിഷമഭിന്നം വരാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഞാൻ വഴിയെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം എന്തുകൊണ്ടാണത് എന്നുള്ളത്. സോ നമ്മളിവിടെ മിക്സഡ് ഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു, ഒരു സാധാരണ സംഖ്യയും അല്ലെങ്കിൽ ഒരു സാധാരണ സംഖ്യയിൽ ഒരു സംഖ്യയും ഒരു സാധാരണ ഭിന്നസംഖ്യയും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനെന്തെന്ന് പറയുന്നു, അല്ലെങ്കിൽ കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നോക്കി, ഇത് നമ്മൾ എങ്ങനെയാണ് വായിക്കാറ്? 2/4 അല്ലേ? 2/4 എന്നല്ലേ വായിക്കുക. സോ ഇതന്നെയാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ. അതായത് ഒരു നമ്പർ ഉണ്ടാവും, പിന്നെന്തുണ്ടാവും, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം. അതായത് അംശം ചെറുതും ഛേദം വലുതും, അല്ലെങ്കിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആണോ? അല്ല, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകൾ, അതാണ് എന്തെന്ന് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനും ഒരു നമ്പറും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മിക്സഡ് ഫ്രാക്ഷനിൽ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന്, എന്ത് ചെയ്യാം, മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ മാറ്റി എഴുതാൻ പറ്റും, നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റി എഴുതാൻ പറ്റും. ഏതിലേക്ക്? സാധാരണ ഭിന്നത്തിലേക്കല്ല, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ പറ്റും അല്ലേ? ഇപ്പോൾ നോക്കിയേ, നമ്മളോട് ചോദിച്ചു 2.5 + 2.5 എത്രയാ? 2.5 + 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ആൻസർ 5 ആണെന്നറിയാം. പക്ഷേ നമുക്ക് എങ്ങനെ ഇത് കണക്ക് ചെയ്യും? ഇത് ചെയ്യാനായിട്ട് മിക്സഡ് ഫ്രാക്ഷൻ്റെ തന്നെ ബേസിക്കലി ഒരു ഇതുണ്ട്, അത് ഞാൻ വഴിയെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എഴുതാൻ പറ്റും. ഏതിലേക്ക്? വിഷമ ഭിന്നത്തിലേക്ക്, അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പഠിച്ചു. എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നം? ഒരു നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും അല്ലെങ്കിൽ ഒരു സംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടി കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ് എന്തെന്ന് പറഞ്ഞു, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു. സോ മിക്സഡ് ഫ്രാക്ഷൻ്റെ കൺവേർഷനാണ്. എവിടുന്ന് എങ്ങോട്ടാണ്? മിക്സഡ് ഫ്രാക്ഷനെ എങ്ങോട്ടാ? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്കാണ് മാറ്റുന്നത്. എഴുതി വെക്കുക കേട്ടോ. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങോട്ടാണ് മാറ്റുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്. അല്ലെങ്കിൽ മലയാളത്തിലോ മിശ്രഭിന്നം എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ, മിശ്രഭിന്നം, അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക.
മിശ്രഭിന്നത്തിനെ എങ്ങോട്ട് മാറ്റുക? വിഷമഭിന്നത്തിലേക്ക് മാറ്റുക. സോ ഇവിടെ നോക്ക്, 2.5 എന്ന് പറയുന്ന ഒരു മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞത്? ഭിന്നസംഖ്യ. ഏത് ഭിന്നസംഖ്യയിലേക്ക്? ആ വിഷമഭിന്നത്തിലേക്ക് മാറ്റുക. എങ്ങനെ മാറ്റാം? കുറേ പേർക്കൊക്കെ അറിയാവുന്നുണ്ടാവും, കഴിഞ്ഞ തവണ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. നോക്കിയേ, ഈ 2 എന്ന് പറയുന്ന സംഖ്യ, ഈ 2 എന്ന് പറയുന്ന സംഖ്യേനെ ഇതിൻ്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്ററുമായിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക? 2 × 2. ഓക്കെ, ആ ഈ ഗുണനഫലത്തിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ ഏതുമായിട്ട് കൂട്ടുക? 1 കൂട്ടുക. എങ്ങനെ ചെയ്യുക? 2നെ ഛേദമായിട്ട് അല്ലെങ്കിൽ ഡിനോമിനേറ്ററായിട്ട് ഗുണിക്കുക. എന്നിട്ട് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഗുണനഫലത്തിന് എന്ത് ചെയ്യുക? 1 അംശമായിട്ട് എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പോൾ നമ്മൾക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2 × 2 അല്ലേ? ആദ്യം 2നെ 2 കൊണ്ട് ഗുണിച്ചു, അതായത് 2നെ എന്ത് ചെയ്തു? ഛേദം കൊണ്ട് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ചു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പ്രോഡക്റ്റിനെ, ആ ഗുണനഫലത്തിനെ ഏതുമായിട്ട് കൂട്ടി? അംശമായിട്ട് കൂട്ടി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ അതേപോലെ എഴുതി. ഓക്കെ, സോ ആൻസർ നോക്കിയാൽ നമ്മൾ ബോർഡ് മാസ് പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. ഇവിടെ അത് ഏതാ ചെയ്യേണ്ടത്? ബോർഡ് മാസ് പഠിക്കുമ്പോൾ അല്ലേ? ബോർഡ് മാസ് പഠിച്ചപ്പോൾ ഏതാ പഠിച്ചത്? അല്ലേ, അഡീഷൻ ആയിരുന്നോ? അല്ല, ഏതാ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? സോ 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 + 1 ബൈ 2. സോ നോക്കി, 5/2 അല്ലേ? നമുക്കറിയാം 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ പകുതിയാണെന്നറിയാം. 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്ത് തന്നെയാണ്? 2ൻ്റെ പകുതിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ് അല്ലേ? സോ നോക്കിയേ, ഇതിപ്പോൾ എന്ത് ഫ്രാക്ഷനായിട്ടാണ് മാറിയത്? സാധാരണ ഭിന്നസംഖ്യ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷനാണോ? അല്ല. ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് വലുതാണ് ആരെക്കാളും? ഡിനോമിനേറ്ററിനേക്കാളും. അല്ലെങ്കിൽ അംശം വലുതാണ് ആരെക്കാളും? ഛേദത്തിനേക്കാളും. ഇതെന്ത് ഫ്രാക്ഷനാണ്? വിഷമഭിന്നം അല്ലെങ്കിൽ എന്താണ്? വിഷമഭിന്നം അല്ലെങ്കിൽ എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. സോ നമ്മൾ ഹെഡിങ് എഴുതിയതിന് എന്തായിരുന്നു? മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ ഏതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? മിശ്രഭിന്നത്തിന് ഏതിലേക്കാണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ മിശ്രഭിന്നത്തിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത്. എങ്ങനെയായിരുന്നു പഠിച്ചത് അല്ലേ? ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പേഴ്സ്, അതായത് വോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ സംഖ്യ ഏതാ നോക്കുക. ആ സംഖ്യേനെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്ററായിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. സോ 2 × 2. ആ ഗുണനഫലത്തിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന് എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമായിട്ട് എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പോൾ 2 × 2 + 1 ഡിവൈഡഡ് ബൈ ആ ഛേദം തന്നെ ഇട്ട് കൊടുക്കുക. സോ ആൻസർ എത്രയാണ്? 2 × 2 + 1/2. സോ 2 × 2 എന്ന് പറഞ്ഞാൽ എന്താ? ബോർഡ് മാസ് അനുസരിച്ചിട്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 2 × 2 4 + 1 5/2 എന്ന് എഴുതി. 5/2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2.5 തന്നെയാണ്. സോ മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നമായിട്ടുള്ള ഇതിന് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നത്തിലേക്ക് എന്ത് ചെയ്തു? മാറ്റി. കാര്യം മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കിക്കോ. 5 4/5. 5 4/5 എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ പറഞ്ഞു ഇതെന്ത് ഫ്രാക്ഷനാണ്? മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നമാണ്. ഇതിനെ നമ്മൾ ഏതിലേക്കാണ് മാറ്റേണ്ടത്? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്കാണ് മാറ്റുന്നത് അല്ലെങ്കിൽ വിഷമഭിന്നത്തിലേക്കാണ് മാറ്റുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യും? സംഖ്യകൾ പരസ്പരം ഗുണിച്ചു. സംഖ്യയും ഛേദവും തമ്മിൽ ഗുണിക്കുക. 5 × 5 ആണോ? സോ ആദ്യം എഴുതി 5 × 5 എന്ന് എഴുതി. ശേഷം ഈ പ്രോഡക്റ്റിനെ, ഈ ഗുണനഫലത്തിന് ആരുമായിട്ട് കൂട്ടണം? 4 കൂട്ടണം. സോ +4 ഡിവൈഡഡ് ബൈ എത്രയാ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഏതാണ്? 5 ആണ്. സോ 5 എന്ന് എഴുതി. ഇനി ബോർഡ് മാസ് അനുസരിച്ചിട്ട് എന്താണ്? 5 × 5 25. അടുത്തത് എന്താ? 4 ഡിവൈഡഡ് ബൈ 5 ആണ്. സോ 29/5. 29/5 എന്ന് പറയുന്നതാണ് എന്ത്? 5 4/5 എന്ന് പറയുന്നത്. ഓക്കെ ആണോ അല്ലേ? എന്നാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തോ. 3 1/2. 3 1/2. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. നോട്ട്ബുക്കിലൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്ക്. എങ്ങനെയാണ്? 3 × 2 അല്ലേ? ഇവിടെ ഗുണിക്കല്ലേ വേണ്ടത്. സോ 3 × 2 പ്ലസ്, ഇനി ഇവിടെ എന്താ? പ്ലസ് ചെയ്യാൻ വേണ്ടത്. ഏതൊക്കെയാ? ഇതാ 1 അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഏതാ നോക്കുക, അതിനെ പ്ലസ് ചെയ്യുക. സോ 3 × 2 + 1 ഡിവൈഡഡ് ബൈ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആരാ നോക്കുക, അത് എഴുതി വയ്ക്കുക.
സോ അടുത്ത സ്റ്റെപ്പിൽ 3 ഇൻറ്റു 2 എത്രയാണ് 6, 6 പ്ലസ് 1 7ആണ്. സോ 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 സമയം എത്രയാണ് 7/2 അല്ലേ. 3.5 എന്ന് പറയുന്നത് 7/2 ആണ്. ശരിയല്ലേ? കാര്യം മനസ്സിലായോ? എന്താണ് നമ്മൾ പഠിച്ചത്? മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിനെ എന്തിലേക്ക് മാറ്റുന്നതാണ്? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതുന്നതാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത്. സാധാരണയായിട്ട് മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് മാറ്റി എഴുതണം? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതണം. വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? സാധാരണ കണക്ക് ചെയ്യാറ്. ഓക്കെ, സോ പഠിച്ചല്ലോ എന്താണ് മിശ്രഭിന്നം എന്താന്ന് പറഞ്ഞു. മിശ്രഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയും ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ് സാധാരണ ഭിന്നവും കൂടി ചേർന്നുള്ള ഭിന്നസംഖ്യാ രൂപത്തിനെയാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. പിന്നെയോ വേറെന്താ? മിശ്രഭിന്നത്തിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു? വിഷമ ഭിന്നത്തിലേക്ക് അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാൻ പറ്റും. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ത് ചെയ്യാം? മിശ്രഭിന്നത്തിലേക്ക് മാറ്റി എഴുതാം. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു നോക്കിയേ. 2/1/2 അതായത് 2.5 എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതിയത്? ഏതിലേക്ക്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി എഴുതിയത് എങ്ങനെയാണ്? ആദ്യം ഈ 2നെ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ. ഇത് രണ്ടും പരസ്പരം ഗുണിച്ചു. സോ എങ്ങനെ എഴുതിയത്? 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 പ്ലസ് എന്നിട്ട് എന്ത് ചെയ്തു? ഇത് പരസ്പരം കൂട്ടി 1 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 എത്രയാണ്? 4 പ്ലസ് 1 ബൈ 2 സമയം എത്രയാണ്? 5/2 എന്ന് എഴുതി അല്ലേ. അപ്പോൾ ഈ 5/2 ഓക്കെ, ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതെന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതെന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അല്ലെങ്കിൽ ഇതെന്താണ്? മിശ്രഭിന്നമാണ്. ഇതോ വിഷമ ഭിന്നമാണ്. അപ്പം മിശ്രഭിന്നത്തിന് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇനി വിഷമ ഭിന്നത്തിന് മിശ്രഭിന്നത്തിലേക്ക് മാറ്റിക്കൂടെ അല്ലേ? മാറ്റിക്കൂടെ മാറ്റാം. എങ്ങനെയാണ് ചെയ്യുന്നത്? സോ ഇവിടെ നോക്ക്, സ്റ്റെപ്പ് ഇതാണ്. സിമ്പിളായിട്ടുള്ള കാര്യം. 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലേ? 5 ഹരിക്കണം 2 എന്നല്ലേ അല്ലേ? 5/2 എന്ന് പറഞ്ഞാൽ 5 ഹരിക്കണം 2 എന്നല്ലേ? സാധാരണയായിട്ട് നമ്മൾ ഹരിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ എങ്ങനെയാടാ എഴുതാറ്? ഇങ്ങനെയാണോ എഴുതി ചെയ്യാറ്? ഇപ്പോൾ 112 ഹരിക്കണം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്? ഇല്ല. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? 112നെ ഇങ്ങനെ എഴുതി പിന്നെ ഇതാ ഇങ്ങനെ ഒരു കൂടൊക്കെ വരച്ച് 4-നപ്പുറത്ത് കൊണ്ടെഴുതി അല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യുക? അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5 ഹരിക്കണം 2 എന്ന് എഴുതിയതിന് എന്ത് ചെയ്യുക? മാറ്റി എഴുതാം. സോ ഞാൻ എഴുതി ഇവിടെ 5 ഹരിക്കണം 2 എന്ന് എഴുതി. 5 ഹരിക്കണം 2 എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? 5ൽ എത്ര 2 അല്ലേ? എത്ര ടൈംസ് 2 ഉണ്ടെന്ന് നോക്കും. ഏതിൽ? 5ൽ. സോ എത്ര ടൈംസ് ഉണ്ട്? 2 തവണയുണ്ട്. 2 ഇൻറ്റു 2 നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അവിടെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഹരണം അറിയില്ലേ? 2 ഇൻറ്റു 2 എത്രയാ? 4 എന്ന് എഴുതി. 5ൽ നിന്ന് 4 മൈനസ് ചെയ്തു. എത്രയാ? ആൻസർ എത്രയാ? 1 ആണ്. ഇവിടെ നോക്കിയടാ, ഈ 2 1 2 ഇവിടെ എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ മണക്കുന്നില്ലേ അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ 1 ഇതാ ഇവിടെ ഉണ്ട്. ഈ പറയപ്പെടുന്ന 2 ഇതാ അവിടെ ഉണ്ട്. ഒരു 2 ഇവിടെയുണ്ട് അല്ലേ? ഇതാ 2 2 1 2 2 1. അപ്പം എങ്ങനെയാണത്? അതന്നെയാണ്. ഇതാ അവിടെ നോക്കി, ഇവിടെ ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റായിട്ട് ആരെയാണോ കിട്ടിയത് അയാളാണ് എന്ത്? വോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ സംഖ്യാഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഹരണഫലം അല്ലെങ്കിൽ എന്താണ് കോഷ്യൻ്റായിട്ട് വരുന്നത് ആരാണെന്ന് നോക്കും. ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റായിട്ട് ആരാണ് വരുന്നത് നോക്കും. ഓക്കെ, അവൻ എന്ത് ചെയ്യും? വോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ സംഖ്യാഭാഗമായിട്ട് വയ്ക്കും. ഇനിയോ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ആയിട്ട് വരുന്ന ആരാ നോക്കുക. ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ആയിട്ട് വരുന്നത് ആരാ നോക്കുക. അയാൾ അവിടെ എഴുതി. ബൈ ആരാണ്? ഡിവിഡൻ്റ് ആരാണ്? അല്ലെങ്കിൽ ഡിവൈസർ ആരാണ്? ഡിവിഡൻ്റ് അല്ലേ? ഹരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യ. ഇതാ അവിടെ നോക്കിയേ, ഇതാ 2 എന്ന് പറയുന്നത് എവിടെ? ഇതവിടെ. ഓക്കെ, സോ അവിടെ നോക്ക്, ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ് ഇതാ
വോൾ നമ്പർ പാർട്ടായിട്ട് എഴുതി, റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എഴുതി. ഓക്കെ, ഇനി ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, അതിനെന്താ പറയുന്നത്, ഡിവൈസറാണ് അല്ലേ. സോ ഡിവൈസർ എന്ത് ചെയ്തു, ഇത് അവിടെ എഴുതി. ഓക്കെ, സോ 2 1/2. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ നോക്കിയേ, വേറൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, 29/5. നേരത്തെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യനാണ് 29/5. ഇതേതാണ്, വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ. വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. സോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 29/5 നമ്മളെങ്ങനെ എഴുതും, 29 ഹരിക്കണം 5 എന്ന് എഴുതി. ഓക്കെ, ഇതിനെങ്ങനെ മാറ്റി എഴുതാം, നമുക്ക് 29 ഹരിക്കണം 5 എന്ന് മാറ്റി എഴുതാം. ഞാനിങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മളെങ്ങനെയാണ് ഹരിക്കാറ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാറ്, 29 എത്ര 5 എന്ന് നോക്കും അല്ലേ. അപ്പോൾ നമ്മൾ എത്രയാ, 5 5 25 എന്ന് എഴുതും. 5 × 5 25 ഇവിടെ കൊണ്ട് എഴുതും. ബാക്കി എന്താണ്, 25 29 25 പോയാൽ എത്രയാ, 4 ശിഷ്ടമുണ്ട്. 0 4 എന്ന് എഴുതുന്നതിന് വരെ എത്ര എഴുതാം, 4 ശിഷ്ടം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലമായിട്ട് കിട്ടുന്ന സംഖ്യനെയാണ് നമ്മൾ എന്തായിട്ട് എഴുതുക, വോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ സംഖ്യാഭാഗമായിട്ട്. ഏതിൻ്റെ, മിക്സഡ് ഫ്രാക്ഷൻ്റെ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിൻ്റെ. ഇവിടെ സംഖ്യാഭാഗമായിട്ട് നമുക്ക് എഴുതേണ്ടത് ആരെയാണ്, ഹരണഫലമായിട്ട് കിട്ടിയ നോക്കിയ ആരാണ്, 5 അല്ലേ. സോ 5നെ ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ടോ പ്രോപ്പർ ഫ്രാക്ഷനെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമായിട്ട് എഴുതുന്ന ആരെയാ, ഏതാണ് ശിഷ്ടം കിട്ടിയിരിക്കുന്നത് നോക്കുക. ആ സംഖ്യനെ നമ്മൾ എന്തായിട്ട് എഴുതും, അംശമായിട്ട് എഴുതും. ഇനി എന്തുകൊണ്ടാണോ ഹരിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഛേദമായിട്ട് എഴുതും. ഓക്കെ, സോ 5 4/5. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് നോക്കി നോക്കുക, 5 × 5 25. 25ൻ്റെ കൂടെ 4 കൂട്ടി എത്രയാണ്, 29. ഛേദം എന്ന് പറയുന്നത് എത്രയാണ്, 5. 29/5. കാര്യം മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ പോസ് ചെയ്യുക, എന്ത് ചെയ്യുക, 2 ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എഴുതാം. ഇങ്ങനെയായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ 9 4/5. നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ, ഇതിനെങ്ങനെ മാറ്റി എഴുതുക, 9നെയും 5നെയും ഗുണിക്കും. താഴെ ഭാഗത്തുള്ള ഇവർ പരസ്പരം ഗുണിക്കും. 9 × 5 എന്നിട്ടോ അതിനെന്ത് ചെയ്യും, 4ആയിട്ട് പ്ലസ് ചെയ്യും. +4 ഡിവൈഡഡ് ബൈ ഛേദം ഏതാ ഇവിടെ, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഏതാ, 5 എഴുതി. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാ, ബോർഡ് മാസ് അനുസരിച്ചിട്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമുക്കറിയാം 45. 9 × 5 45 സോ 45 + 4/5. 45 + 4 എന്ന് പറയുന്നത് എത്രയാ, 49/5 ആണ്. ഇതെന്ത് ഫ്രാക്ഷനാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നമാണ് അല്ലേ. സോ ഈ വിഷമ ഭിന്നത്തിന് ഇനി നമ്മൾ എങ്ങോട്ട് മാറ്റി എഴുതുക, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, സോ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, 49/5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 49 ഹരിക്കണം 5 എന്നാണ്. സോ നമ്മൾ 49 ഹരിക്കണം 5നെ സാധാരണയായിട്ട് എങ്ങനെയാണ് എഴുതാറ് അല്ലേ, 49 ഇങ്ങനെ എഴുതും, എന്നിട്ട് അത് ഈ ഒരു പെട്ടിക്കൂടിലിട്ടിട്ട് 5 പുറത്ത് എഴുതും. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാറ്. 49നെ 5 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. ഇനി എന്താ ചെയ്യുക, 4ൽ എത്ര 5 ഉണ്ട്, ഇല്ല. 49ലോ 9 5 45 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, 9 മുകളിൽ എഴുതും. ഇവിടെ 9 എഴുതി കഴിഞ്ഞാൽ ഈ 9നെ 5ആയിട്ട് ഗുണിക്കുകയല്ലേ ചെയ്യുക. 9 × 5 എത്രയാണ്, 45 ആണ്. സോ 45 എഴുതി. 49 നിന്ന് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 49 നിന്ന് മൈനസ് ചെയ്യുക. സോ 49 - 45 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ എന്തിൻ്റെ, മിക്സഡ് ഫ്രാക്ഷൻ്റെ വോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിൻ്റെ സംഖ്യാഭാഗമായിട്ട് എഴുതേണ്ടത് എന്താണ്, ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റായിട്ട് എന്താണോ കിട്ടിയത് ആ സംഖ്യയാണ്. ഇവിടെ ഹരണഫലമായിട്ട് കിട്ടിയത് 9 അല്ലേ. സോ ഹരണഫലമായിട്ട് കിട്ടിയ 9ന് എന്ത് ചെയ്യുക, എഴുതുക. 9 എഴുതി. സംഖ്യാഭാഗമായിട്ട് അല്ലെങ്കിൽ വോൾ നമ്പർ പാർട്ടായിട്ട് അത് എഴുതി. ഇനി എന്താ പറഞ്ഞത്, റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന ഭാഗത്തിന്, റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമായിട്ട് കിട്ടുന്ന ഭാഗത്തിന് എന്ത് ചെയ്യാം, അംശത്തിൻ്റെ സാധാരണ ഭിന്നത്തിന് എന്തായിട്ട് എഴുതുക,
അംശമായിട്ട് എഴുതുക. സോ 4 എഴുതി. ഇനിയോ ഏതുകൊണ്ടാണോ ഹരിച്ചത് അതിനെന്തായിട്ട് എഴുതുക? ഛേദമായിട്ട് എഴുതുക. ഓക്കെ, സോ ഛേദം എഴുതി. 9/4/5. ഓക്കെ, സോ എപ്പോഴും എഴുതുമ്പോൾ ഈ വോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ സംഖ്യാഭാഗം കുറച്ച് വലുതാക്കി എഴുതുക, ബാക്കി രണ്ട് എന്ത് ചെയ്യുക? ചെറുതാക്കി എഴുതുക. സോ 9/4/5 എന്ന് പറയുന്നത് നോക്കി മിക്സഡ് ഫ്രാക്ഷൻ. രണ്ട് രീതിയും പഠിച്ചു. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങോട്ട് മാറ്റാം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങോട്ട് മാറ്റാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. കാര്യം മനസ്സിലായോ? മിശ്ര ഭിന്നത്തിന് വിഷമ ഭിന്നത്തിലേക്കും വിഷമ ഭിന്നത്തിന് എന്തിലേക്കും മാറ്റാം? മിശ്ര ഭിന്നത്തിലേക്കും മാറ്റുന്ന രീതിയാണിത്. ഇനി ഇവിടെ നോക്കിയേ, ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ. 9/4/5 ഇങ്ങനെ തന്നെ വരും. ഞാനിങ്ങനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ എഴുതി 9/5/4 എന്ന് എഴുതി. ഇത് ശരിയാണോ? 9/5/4 എന്ന് എഴുതിയത് മിക്സഡ് ഫ്രാക്ഷൻ ആണോ? അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഈ ഒരു ഭിന്നസംഖ്യ എപ്പോഴും എന്തായിരിക്കും? പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്ത് ഭിന്നസംഖ്യ ആയിരിക്കും? സാധാരണ ഭിന്നസംഖ്യ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് അത് ഇവിടെ സാധാരണ ഭിന്നസംഖ്യ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്? അല്ല, ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? വിഷമ ഭിന്നമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ സാധാരണ ഭിന്നേ വരുള്ളൂ, പക്ഷെ ഇങ്ങനെ എഴുതിയാലും ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? ആണോ? ഇവിടെ നോക്കി നമ്മളുടെ എന്താ കൺസെപ്റ്റ് എന്തായിരുന്നു? ഇവിടെ നോക്കിയേ, ഇതെങ്ങനെയാണ്? ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റാണ് 9 എന്ന് എഴുതുന്നത്. ഇനി അടുത്ത ഈ താഴെ ഭാഗത്തുള്ള എപ്പോഴും എന്താണ്? ഏതുകൊണ്ടാണോ ഹരിക്കുന്നത് അതല്ലേ വരുന്നത് അല്ലേ? ഇനി ഈ മോൾ ഭാഗത്ത് എഴുതുന്നത് നമ്മൾ എപ്പോഴും എന്താ എഴുതുന്നത്? റിമൈൻഡർ അല്ലെങ്കിൽ എന്താ എഴുതുന്നത്? ശിഷ്ടം എന്ന് പറയുന്നതാണ് എഴുതുക. അപ്പം ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4 കൊണ്ട് ഹരിക്കുകയാണ് അല്ലേ? ഹരിക്കുന്നത് ഏതുകൊണ്ടാണ്? 4 കൊണ്ടല്ലേ? 4 കൊണ്ടല്ലേ നമ്മൾ ഹരിക്കുന്നത്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരും എപ്പോഴെങ്കിലും. ശരിക്കും നമ്മൾ സാധാരണ എഴുതിയത് നോക്കി, നേരത്തെ എഴുതിയത് എന്തായിരുന്നു? 9/4/5 എന്ന് പറഞ്ഞിട്ടായിരുന്നു എഴുതിയത്. ഇത് അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട് അല്ലേ? എന്തായിരുന്നു? 9 എന്ന് പറയുന്നത് ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ് ആയിരുന്നു, ഇത് അവിടെ ഉണ്ട്. ഇനി 4 എന്ന് പറയുന്നത് എന്തായിരുന്നു? ശിഷ്ടമായിരുന്നു. ഇനി 5 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏതുകൊണ്ടാണോ ഹരിച്ചത് അതായിരുന്നു അല്ലേ? 5. അപ്പോൾ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ റിമൈൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് 4 വരാം. പക്ഷെ ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഓൾറെഡി എന്തല്ല? പ്രോപ്പർ ഫ്രാക്ഷൻ അല്ല, ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. പിന്നെ ഇനിയിപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വന്നൂടെ എന്നുള്ള ഒരാളുടെ ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത്. ഇവിടെ നോക്കി, ഇത് എപ്പോഴും എന്തായിരിക്കും? ഹരണഫലമായിരിക്കും അല്ലെങ്കിൽ കോഷ്യൻ്റ് ആയിരിക്കും. ഇതെപ്പോഴും എന്തായിരിക്കും? റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമായിരിക്കും. ഇത് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യ ആയിരിക്കും. ഇവിടെ നോക്കി, 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരാം. പക്ഷേ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുമോ? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുമോ? ഇല്ല. സോ നമുക്കത് പോസിബിൾ അല്ല അല്ലേ? 4 കൊണ്ട് ഹരിക്കുമ്പോൾ പരമാവധി ശിഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് 0 വരാം ശിഷ്ടം, അല്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 3 വരാം. 4 വരുമോ ശിഷ്ടം? 4 വന്നു കഴിഞ്ഞാൽ 4/4 എന്ന് പറഞ്ഞാൽ ശിഷ്ടം 0 എന്നല്ലേ അതിൻ്റെ അർത്ഥം. സോ ഇത്രയും പരമാവധി റിമൈൻഡർ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം എന്ന് പറയുന്ന കൺസെപ്റ്റ് തെറ്റല്ലേ? സോ സാധാരണ മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഒരിക്കലും എന്ത് വരില്ല? വോൾ നമ്പർ പാർട്ടും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം കൂടി ചേർന്ന് വരില്ല. വന്നാൽ തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് എഴുതണം. 9/5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റി എഴുതണം ശരിക്കും. ഇത് ശരിക്കും എന്തല്ല? തെറ്റാണ്. ഇതെങ്ങനെയാണ്? ഇത് ശരിക്കും 9 പ്ലസ് എന്താണ്? 4/4 + 1/4 എന്നാണ്. ആണോ? ഓക്കെ, 4/4 + 1/4 എന്ന് പറഞ്ഞാൽ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ഇതിനെങ്ങനെ മാറ്റി ചെയ്തു? 9 + 4 1 എത്രയാണ്? 5/4 ആണ്. 9 + 5/4 ആണ് 9/5/4. ശരിയല്ലേ? അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ്? 9/5/4 എന്നുള്ളത് ശരിക്കും എങ്ങനെയാണ്? ഈ 4/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? സോ 9 + 1 + 1/4 ആണ്. സോ ആൻസർ എത്രയാണ്? 10/1/4 ആണ് ആക്ച്വലി എഴുതേണ്ടത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എപ്പോഴും എഴുതുമ്പോൾ ഏത് ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷനാണ് വോൾ നമ്പർ പാർട്ടിൻ്റെ കൂടെ ഉണ്ടാവുക? പ്രോപ്പർ ഫ്രാക്ഷനേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് ഇത് വരില്ല? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരില്ല.
ആ കൺസെപ്റ്റ് മനസ്സിലായോ? റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എപ്പോഴും എന്തായിരിക്കണം? ഹരിക്കുന്ന സംഖ്യേനേക്കാൾ കുറവായിരിക്കണം എന്നല്ല, ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ എന്ത് ചെയ്യില്ല? മിക്സഡ് ഫ്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ സാധനം നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച പോലെ ഏതെങ്കിലും അല്ലേ മൂലകങ്ങളൊക്കെ എന്ത് ചെയ്യില്ല, ചില ഇതിലൊന്നും എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. അതൊക്കെ എപ്പോഴും കൂടിച്ചേർന്ന് നിൽക്കുന്ന രീതിക്കൊക്കെ അല്ലേ, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളില്ലേ. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യില്ല, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യില്ല. വേഗം ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, 10 1/4 മാറും, അല്ലെങ്കിൽ മാറ്റി എഴുതണം. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ. ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്ക്. മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ നിന്ന് എങ്ങോട്ട്? മിക്സഡ് ഫ്രാക്ഷനിലേക്ക്. അതായത് മിശ്രഭിന്നം എന്താണെന്ന് പഠിച്ചു. പിന്നെന്താ? മിശ്രഭിന്നത്തിൽ നിന്ന് വിഷമഭിന്നത്തിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെയോ വിഷമഭിന്നത്തിൽ നിന്ന് മിശ്രഭിന്നത്തിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ മിശ്രഭിന്നത്തിൻ്റെ എഴുതുന്ന ഒരു പ്രത്യേകത ഞാൻ പഠിപ്പിച്ചു അല്ലേ? മിശ്രഭിന്നം എഴുതുന്ന എപ്പോഴും എങ്ങനെയായിരിക്കണം? സംഖ്യയും എന്ത് ഭിന്നസംഖ്യയും മാത്രമേ വരാൻ പാടുള്ളൂ. സാധാരണ ഭിന്നം അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷനെ വരാൻ പാടുള്ളൂ. എന്തുകൊണ്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യനും കൂടി എഴുതാം. ഓക്കെ, ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞമായിരിക്കും എന്താ? മിക്സഡ് ഫ്രാക്ഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10/4/3 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരിക്കലും ഇതെന്ത് ഫ്രാക്ഷൻ ആവാൻ പാടില്ല, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആവാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് വിഷമ ഭിന്നമാവാൻ പാടില്ല. ഇവിടെ എപ്പോഴും എന്താവാൻ പാടുള്ളൂ? സാധാരണ ഭിന്നസംഖ്യ ആവാൻ പാടുള്ളൂ. അതായത് അംശം ചെറുതും ഛേദം എന്തായിരിക്കണം? വലുതുമായിരിക്കണം. ഓക്കെ, സോ ഞാനിവിടെ പഠിപ്പിച്ചു എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുന്നത്. 10നെ 5 കൊണ്ട് ഗുണിക്കുക എഴുതി, 10 ഗുണിക്കണം 5 എന്ന് എഴുതി. അത് മാത്രം മതിയോ? പോരാ. ബാക്കി അംശത്തിൽ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ ആരാ കിടക്കുന്ന അയാളെ അവരുടെ കൂടെ കൂട്ടുക. +4 ഡിവൈഡഡ് ബൈ ഏതാണ്? ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ആരാണോ നോക്കുക, അയാളെയും കൂടി എന്ത് ചെയ്യുക? കൂടെ കൂട്ടിക്കൊണ്ട്. ഓക്കെ, സോ ബോഡ് മാസ് അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം. സോ 10 × 5 50 എന്ന് എഴുതി, +4 ഡിവൈഡഡ് ബൈ 5. സോ 54 ഡിവൈഡഡ് ബൈ എന്താണ്? 5. ഇതാണ് മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് എങ്ങോട്ട്? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക്. ഞാൻ പറഞ്ഞു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആര് വലുതായിരിക്കും? അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ വലുതായിരിക്കും. ആരെക്കാളും? ഛേദത്തിനേക്കാളും. ശരിയല്ലേ? ഇനി നോക്കിയാൽ ഈ 54/5 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? തിരിച്ച് എങ്ങോട്ട് മാറ്റി എഴുതാം? മിക്സഡ് ഫ്രാക്ഷനിലേക്കും മാറ്റി എഴുതാം, അല്ലെങ്കിൽ മിശ്രഭിന്നത്തിലേക്കും മാറ്റി എഴുതാം. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? 54/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 54 ഹരിക്കണം 5 എന്നാണ്. 54നെ 5 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്തു? 54നെ 5 കൊണ്ട് ഹരിക്കുന്നത് ഈ ഒരു രീതിക്ക് എഴുതുന്നതിന് പകരം നമ്മൾ സാധാരണയായിട്ട് പഠിച്ചിട്ടുള്ളൊരു രീതി 54 ഹരിക്കണം 5 എന്ന് ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്തു നോക്ക്, 54 എത്ര അല്ലേ? എങ്ങനെയാണ് ചെയ്യാം? 5 എത്രയുണ്ട്? 1. സോ 1 5 ഇവിടെ എഴുതി അല്ലേ? എന്നിട്ടോ ശിഷ്ടം 5 ന്ന് 5 ആയാൽ ഇവിടെ എന്താ 4, ഇവിടെ എന്താ 0. ഇനി എന്താ 4-ലുണ്ടോ നോക്കണം. 4-ലുണ്ടോ? ഇല്ല. സോ ഇവിടെ 0 ഇട്ടു. ഓക്കെ, ശിഷ്ടം കഴിഞ്ഞില്ല. ഇനി 10 × 5 എഴുതാൻ പാടുണ്ടോ? ഇത് ശിഷ്ടമാണ്. ശിഷ്ടം അവിടെ കിടന്നു. ഓക്കെ, അല്ലാതെ ഇവിടെ കൊണ്ടുപോയിട്ട് 1 എഴുതി വെക്കരുത് കേട്ടോ. ഹരിക്കുമ്പോൾ കാര്യം മനസ്സിലായോ? ഇവിടെ നോക്കിപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും. സാധനം അതിപ്പോൾ ഇങ്ങനെ ഇതാ 5-ൽ എത്രയുണ്ട്? 1 5. ബാക്കി ഇവിടെ 0. ഇതാ ഇനി എന്ത് ചെയ്തു? ശിഷ്ടം 4 ഇങ്ങനെ വന്നു. അപ്പോൾ 54-ൽ 1 54-ൽ 1 ഉള്ളോ? ഇല്ല. എന്താ ചെയ്യേണ്ടത്? ഇനി 4 ഉണ്ടോ എന്ന് നോക്കണം. 4 ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ അപ്പോഴേ ശരിയാവുള്ളൂ. നോക്കി 54-ൽ എത്ര 5 ഉണ്ട്? 10 5 ഉണ്ട്. ബാക്കി എത്രയും ശിഷ്ടം 4. ശരിയല്ലേ ആൻസർ? സോ ഇവിടെ നോക്ക്, നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഹരണഫലമായിട്ട് ആരെയാണ് കിട്ടിയത്? അയാൾ എന്തായിട്ട് എഴുതുക? സംഖ്യാഭാഗം അല്ലെങ്കിൽ വോൾ നമ്പർ പാർട്ടായിട്ട് എഴുതി വയ്ക്കുക. ഇനി ആരാണ് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം നോക്കുക? 4. 4-നെ അതേപോലെ ചെറുതാക്കി അതിൻ്റെ കൂടെ എഴുതി.
ഏതുകൊണ്ടാണോ ഹരിച്ചത് അത് നോക്കുക. സോ 4/5 10 4/5. ഓക്കെ, ഇനി ഞാൻ പഠിപ്പിച്ചു എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ ഒരിക്കലും എന്ത് വരാൻ പാടില്ല. അപ്പോൾ 10 5/4 എന്നുള്ള രീതിക്ക് വരാൻ പാടില്ല. എപ്പോഴും ഈ ഒരു ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കണം എന്ന് പഠിച്ചു. എന്ത് ഫ്രാക്ഷൻ ആയിരിക്കണം? പ്രോപ്പർ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ എന്ത് ഫ്രാക്ഷൻ ആയിരിക്കണം? സാധാരണ ഭിന്നസംഖ്യ ആയിരിക്കണം. സാധാരണ ഭിന്നം ആയിരിക്കണം. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചു. ഈ സംഖ്യ കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പോൾ ഹരിക്കുമ്പോൾ നമ്മൾ മുകളിൽ എഴുതുന്നത് എന്താണ്? ശിഷ്ടമാണ് എഴുതുന്നത്. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ മിശ്രഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ മുകളിൽ ഈ അംശത്തിൽ എഴുതുന്നത് എന്താണ്? റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമാണ്. സോ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എപ്പോഴും ഈ ഹരിക്കുന്ന സംഖ്യയേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. കൂടുതലായിട്ട് എഴുതിയാൽ ആ കോൺസെപ്റ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എന്നുള്ള പോർഷനും തീർന്നു. ഫ്രാക്ഷൻ എന്നുള്ള പോർഷൻ കംപ്ലീറ്റ്ലി തീർന്നു. അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാവരും നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലെന്ത് ചെയ്യുക? ഈ മിക്സഡ് ഫ്രാക്ഷൻ്റെ ചെറിയ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ അഡീഷനും സബ്ട്രാക്ഷനെ കുറിച്ച് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, ഇങ്ങനെയും എഴുതാം എന്നുള്ള. ഇൻ കേസ് എപ്പോഴെങ്കിലും നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു പോവാം. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാൽ കൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ ഒരു -1/2 + 4/-3 ഇങ്ങനൊരു ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ പലർക്കും എന്താവുന്നില്ല, മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുറേ പേരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് എന്ത് കഴിഞ്ഞാലും. അപ്പോൾ അതെന്ത് ചെയ്യുക? സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ച് ചോദിക്കുക. വാട്സാപ്പ് വഴി ഞങ്ങൾ എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലാക്കുക, ഫോട്ടോ എടുത്ത് തരിക. നമ്മൾ അതേപോലെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്ക്, നമുക്കിനി എന്ത് ചെയ്യാം? ഒരു ചെറിയ സെക്ഷനും കൂടി ഉണ്ട്. ഏതാണ്? അഡീഷനും സബ്ട്രാക്ഷനും. ഏതിൻ്റെ? മിക്സഡ് ഫ്രാക്ഷൻ്റെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ഞാൻ മെറ്റീരിയൽ കൊടുക്കുന്നില്ല. അത് എന്തായാലും വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞമായിരിക്കും മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഉണ്ട് അല്ലേ? അത് ഞാൻ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം പെട്ടെന്ന് ഇതായത്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? കൂട്ടിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ വരുന്ന 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വീടുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പഠിച്ച് പ്രിപ്പയർഡ് ചെയ്തിരിക്കുക. ഓക്കെ, പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ചാപ്റ്റർ, ബയോളജിയുടെ ചാപ്റ്റർ, കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നാസി സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങൾ വീടുകളിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, എല്ലാവരും പഠിപ്പിച്ച പോർഷൻ അത്രയും ഒരു A4 ഷീറ്റിൽ, ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജി എത്ര പഠിപ്പിച്ചോ അതെന്ത് ചെയ്യുക? ചെറുതാക്കി എഴുതിയിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നതൊക്കെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും കാണുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? ഈ A4 ഷീറ്റ് വൃത്തിയായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ച് വെച്ചതിന് ശേഷം എല്ലാ ദിവസവും മറ്റേ മരുന്ന് കുടിക്കുന്ന പോലെ എന്ത് ചെയ്യുക? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്ന് പറയുന്ന 3 നേരം എന്ത് ചെയ്യുക? വായിക്കുക. വായിക്കുന്നതിൻ്റെ കൂടെ ഓരോ തവണ വായിക്കുമ്പോഴും അവിടെ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പം ഞാൻ രാവിലെ വന്നു, ഇവിടെ ഞാൻ എൻ്റെ നോട്ട്സ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു? രാവിലെ എന്ത് ചെയ്തു? ഇതിപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജിയുടെ എല്ലാ കാര്യങ്ങളും സിവ് സാറ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു A4 ഷീറ്റിൽ നല്ല വൃത്തിയായിട്ട് എഴുതി ചെറുതാക്കി എഴുതിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ചുമല നിറച്ച് പേപ്പർ ഒട്ടിക്കാനല്ല പറഞ്ഞു, ഒറ്റ പേപ്പറിൽ വളരെ വൃത്തിയായിട്ട് ചെറുതാക്കി എഴുതുക. ചെറുതാക്കി എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്തുണ്ട് അറിയോ? ചെറുതാക്കി എഴുതുന്നത് എപ്പോഴും സാധാരണയായിട്ട് നമ്മൾ ചക്ക വലിപ്പത്തിൽ, നമ്മൾ സാധാരണ വലിപ്പത്തിൽ അങ്ങ് എഴുതി പോകും അല്ലേ? എഴുതി പോകുമ്പോൾ എന്ത് ചെയ്യാറില്ല? ശ്രദ്ധിക്കാറില്ല.
ഇപ്പം ഞാൻ ഈ എൻ്റെ എഴുതുന്ന വലിപ്പം ഇതാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കുമ്പോൾ എനിക്ക് എഴുത്ത് സ്പീഡ് കുറയും. സ്പീഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് നിങ്ങൾ എഴുതുന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. സോ എപ്പോഴും എഴുതുന്ന ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ചെറുതാക്കി എഴുതാനാണ് പറയുക. അപ്പോൾ അതേപോലെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ചുമരുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് രാവിലെ എണീച്ചിട്ട് ബയോളജി മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു വരയിടുക. അടുത്തത് ഉച്ചയ്ക്ക് ആ വഴി കൂടെ പോകുമ്പോൾ ഒന്നും കൂടി വായിച്ചു നോക്കുക. വൈകുന്നേരം പോകുമ്പോൾ ഒന്നും കൂടി വായിക്കും. അപ്പോൾ ഒരു ദിവസം 3 നേരം, അങ്ങനെ 14 ദിവസം ഉണ്ട് അല്ലേ? 14 ദിവസം 52 തവണ ആണോ? അല്ല, 42 തവണ എന്ത് ചെയ്യും, ഒരു പോർഷൻ നിങ്ങൾ വായിക്കും. 14ാമത്തെ ദിവസം ഞങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയപ്പെടുന്ന പോർഷൻ ജസ്റ്റ് ഒന്ന് ചോദിക്കും. 42 തവണ ഒരു വായിച്ച വ്യക്തിക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ സുഖസുന്ദരമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ചില ബിരുദന്മാരുണ്ടാവും ഒരു ദിവസം 1 വായിക്കുന്നിട്ട് 3 എണ്ണം അടയാളപ്പെടുത്തും അല്ലേ? പിന്നെയോ 10 ദിവസം വായിക്കില്ല, പിന്നെ സാറുമാർ വരുന്നുണ്ട് ഇങ്ങനെ വരച്ചങ്ങ് വയ്ക്കും. ആ വരച്ച് വെക്കുന്ന വ്യക്തികളൊക്കെ പിടിക്കാൻ നല്ല സുഖമാണ്. സ്ഥിരമായിട്ട് 42 തവണ വായിച്ച ഈ ഒരു പോർഷൻ വായിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങൾ മറക്കൂല. പക്ഷേ ഇതേപോലെ കള്ളത്തരം ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, മറക്കും. അവനെന്ത് ചെയ്യും, ഓക്കെ, മനസ്സിലായോ കേട്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറയപ്പെടുന്ന കാര്യം എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യാൻ നാസി സാർ പ്രത്യേകം എന്നോട് പറയാൻ ഏൽപ്പിച്ചതാണ്. സോ ഫോളോ ചെയ്തോളാം, ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പുതിയൊരു സെക്ഷൻ നമുക്ക് പഠിപ്പിക്കാം. ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗവും വർഗ്ഗമൂലം എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ഒരു ക്ലാസ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ടാറ്റ.